അന്ധവിശ്വാസങ്ങളും കൂടോത്രങ്ങളുമൊക്കെ ഇക്കാലത്തുമുണ്ടോ? അതും പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക്. കെ സുധാകരൻ്റെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ അതിശയിച്ചുപോയി. തന്നെ അപായപ്പെടുത്താനായി ചിലർ വീട്ടിൽ കൂടോത്രം നടത്തിയെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ വെളിപ്പെടുത്തിയത്. കണ്ണൂരിലെ വീട്ടിൽ നിന്ന് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും മന്ത്രവാദിയും ചേർന്ന് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. 1.5 വർഷം മുൻപത്തെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാം. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും സുധാകരന് ഉണ്ണിത്താൻ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കാലിന് ബലം കുറയാനുള്ള കൂടോത്രമാണ്. കാലിന് ബലം കുറഞ്ഞായിരുന്നു. വീടിൻ്റെ ആകൃതി വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതലുണ്ട്. ഉടലിൻ്റെ രൂപമുണ്ട്. മാക്സിമം ഒതുക്കാനുള്ളതാണ്. തലയ്ക്കുള്ളതുമുണ്ട്. തലയ്ക്ക് ഭാരം വരുന്നതും സ്ട്രെസ്സും എല്ലാം സൂചനകളാണ്. അതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാം. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞുവെന്നും അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തകിടും മറ്റും കണ്ടെത്തുകയായിരുന്നുവെന്നുമാണ് വിവരം. പത്തനംതിട്ടയിലെ ഒരു മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. കോലങ്ങൾ, രൂപങ്ങൾ ഉൾപ്പെടെ 20ഓളം വസ്തുക്കളാണ് കണ്ടെടുത്തത്. തകിടിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടും ഉണ്ടായിരുന്നു. വീടിൻ്റെ കന്നിമൂലയിൽ നിന്നാണ് ഇവ കുഴിച്ചെടുത്തത്. KPCCയുടെ ഓഫീസിൽ നിന്ന് ഡൽഹിയിലെ ആസ്ഥാനത്ത് നിന്നും സമാനമായ വസ്തുക്കൾ കണ്ടെടുത്തതായും പറയുന്നു. സുധാകരനോട് ഇത്രയ്ക്കും ശത്രുക്കളും. ഈയിടയ്ക്ക് കാസർകോട്ടെ കോൺഗ്രസ് നേതാവ് KPCC സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ പെരിയ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനുമായി കൊമ്പ് കോർത്ത ബാലകൃഷ്ണൻ പെരിയ അദ്ദേഹം പറഞ്ഞത് കൂടോത്രത്തിൻ്റെ ആളാണ് ഉണ്ണിത്താൻ എന്നും സുധാകരൻ്റെ വീട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെയാണ്. സുധാകരൻ ഉണ്ണിത്താനെ പേടിയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. മന്ത്രവാദവും കൂടോത്രവും ഒക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ ആധുനിക കാലത്തും ഇതൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത് തന്നെ അത്ഭുതമാണ്. ആളുകളെ പേടിപ്പിക്കാനൊരു അടവ്. അതുമാത്രമല്ലേ, ഒരാൾ കൂടോത്രം ചെയ്താൽ ശരീരത്തിന് ബലക്കുറവും തളർച്ചയും മരണവുമൊക്കെ സംഭവിക്കുമോ? ഏതായാലും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാരും ഇതൊന്നും വിശ്വസിക്കില്ല.